ഹായ് ഫ്രണ്ട്സ്, ARV എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 ഇലക്ട്രോണിക്സിൻ്റെ ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബേസിക് സിവിൽ എഞ്ചിനീയറിംഗിലെ ബ്രിക്സ് എന്ന മെറ്റീരിയൽസ് എന്ന പോർഷനിലെ ബ്രിക്സ് എന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ബ്രിക്സിൻ്റെ ബേസിക് ഐഡിയയും അതുപോലെ തന്നെ ബ്രിക്കിനകത്തുള്ള കോൺസിസ്റ്റൻസ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയായിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ബ്രിക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്തൊക്കെയാണ് എന്നാണ്. അതായത് ഒരു ഗുഡ് ബ്രിക്കിനകത്ത് ബ്രിക്കിന് വേണ്ടുന്ന ക്യാരക്ടറിസ്റ്റിക് എന്തൊക്കെയാണ്, അതിൻ്റെ കളർ എങ്ങനെയായിരിക്കണം, ഷേപ്പ്, സൈസ്, ടെക്സ്ചർ, അതുപോലെ സൗണ്ട്നെസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ എങ്ങനെയായിരിക്കണം എന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ആദ്യം തന്നെ കളറ്. ഇറ്റ് ഷുഡ് ബി യൂണിഫോം ആൻഡ് ബ്രൈറ്റ്. അതായത് ഒരു ബ്രിക്കിൻ്റെ കളർ എന്ന് പറയുന്നത് യൂണിഫോമും അതുപോലെ തന്നെ ബ്രൈറ്റ് കളറും ആയിരിക്കണം. എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കണം. അതായത് ഒരു ബ്രിക്ക് എടുത്തു കഴിഞ്ഞാൽ, ഒരു കട്ട എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ആ കട്ടയുടെ എല്ലാ സൈഡിലും ഒരുപോലെ ആയിരിക്കണം ആ കളറ്. യൂണിഫോം ആയിരിക്കണം, അതുപോലെ തന്നെ ബ്രൈറ്റ് കളറും ആയിരിക്കണം. ഇനി ഷേപ്പ് എന്ന് പറഞ്ഞാൽ ബ്രിക്ക് ഷുഡ് ഹാവ് പ്ലെയിൻ ഫേസസ്. അതായത് നല്ല ട്രൂ ആയിട്ടുള്ള റൈറ്റ് ആംഗിൾഡ് കോർണേഴ്സും അതുപോലെ തന്നെ പ്ലെയിൻ ഫേസസും ഒക്കെ ആയിരിക്കണം. അതായത് ഒരു ബ്രിക്കിൻ്റെ ഫേസ് എന്ന് പറഞ്ഞാൽ, ഇതൊരു ബ്രിക്കാണെങ്കിൽ ആ ബ്രിക്കിൻ്റെ ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫേസ് ചെയ്തിരിക്കുന്ന ആ പോർഷനാണ് ഫേസ് എന്ന് പറയുന്നത്. ആ പോർഷനൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ പ്ലെയിൻ ആയിരിക്കണം അല്ലേ. അതായത് ഇവിടെ എന്താണ്, ഒരിടത്ത് എന്തെങ്കിലും കൂർത്ത ഭാഗങ്ങളോ അല്ലെങ്കിൽ ഒരു ഭാഗം കുഴിഞ്ഞിരിക്കുകയോ അങ്ങനെയൊന്നും വരരുത്. നല്ല പ്ലെയിൻ ഫേസസ് ആയിരിക്കണം. അതുപോലെ തന്നെ ഓരോ കോർണേഴ്സും എന്തായിരിക്കണം, നല്ല റൈറ്റ് ആംഗിൾഡ് ആയിരിക്കണം. 90 ഡിഗ്രി ആംഗിൾ എല്ലാ കോർണേഴ്സും കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ നല്ല ട്രൂ ആയിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ആംഗിൾസ് ആയിരിക്കണം എല്ലാ കോർണേഴ്സിനും. ഷാർപ്പ് എന്ന് പറഞ്ഞാൽ കർവ്ഡ് ഷേപ്പ് ഒന്നും കോർണേഴ്സിൽ വരരുത്. നല്ല ഷാർപ്പായിട്ടുള്ള ട്രൂ റൈറ്റ് ആംഗിൾഡ് ഷേപ്പ് ആയിരിക്കണം. പിന്നെ സൈസ് എന്ന് പറഞ്ഞാൽ ബ്രിക്ക് ഷുഡ് ബി ഓഫ് സ്റ്റാൻഡേർഡ് സൈസസ് ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ കോഡ്സ്. അതായത് നമുക്കറിയാം BIS റെക്കമെൻഡേഷനൊക്കെ അനുസരിച്ച് ബ്രിക്കിൻ്റെയൊക്കെ സ്റ്റാൻഡേർഡ് സൈസ്, നോമിനൽ സൈസ്, അതുപോലെ ട്രഡീഷണൽ സൈസും ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ സൈസൊക്കെ എപ്പോഴും കീപ്പ് ചെയ്ത് പോകണം. അതിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് അതെപ്പോഴും കീപ്പ് ചെയ്ത് പോകണം. പിന്നെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ദേ ഷുഡ് പൊസസ് ഫൈൻ, ഡെൻസ് ആൻഡ് യൂണിഫോം ടെക്സ്ചർ. ദേ ഷുഡ് നോട്ട് പൊസസ് ഫിഷേഴ്സ്, ക്യാവിറ്റീസ്, ലൂസ് ഗ്രിറ്റ് ആൻഡ് അൺബേൺഡ് ലൈൻ. അതായത് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബ്രിക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഘടന എങ്ങനെയായിരിക്കണം, അതാണ് ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഘടന. അതായത് വളരെ ഫൈനും ഡെൻസും യൂണിഫോം ആയിരിക്കണം. അതായത് അതിൻ്റെ ആ സാൻഡ് പാർട്ടിക്കിൾസൊക്കെ, അതായത് ആ ക്ലേ ഉപയോഗിച്ചാണല്ലോ നമ്മൾ ആ ഒരു ബ്രിക്ക് നിർമ്മിക്കുക. അപ്പോൾ അതിൻ്റെ അകത്തെ സാൻഡ് പാർട്ടിക്കിൾസൊക്കെ വളരെ നല്ല ഇടതൂർന്നത്, അതായത് വളരെ ഡെൻസായിട്ടിരിക്കുന്നതായിരിക്കണം. അതുപോലെ തന്നെ വളരെ യൂണിഫോം ആയിരിക്കണം. എല്ലാം ഒരുപോലെ ഇരിക്കണം. ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും ഇടതൂർന്ന് ആയിരിക്കണം. അതായത് ഡെൻസ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് ഹോൾസോ അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. അതാണ് ഫൈൻ ആയിരിക്കണം, നല്ല ഘടനയായിരിക്കണം, അതിൻ്റെ ഡെൻസ് ആയിരിക്കണം. അതുപോലെ തന്നെ വളരെ യൂണിഫോം ഒരുപോലെയുള്ള ടെക്സ്ചറാണ്, ഘടനയായിരിക്കണം എല്ലായിടത്തു നിന്നും. പിന്നെ ദേ ഷുഡ് നോട്ട് പൊസസ് ഫിഷേഴ്സ്, ക്യാവിറ്റീസ്, ലൂസ് ഗ്രിറ്റ് ആൻഡ് അൺബേൺഡ് ലൈൻ. അതായത് ഫിഷേഴ്സ് എന്ന് പറഞ്ഞാൽ വിള്ളലുകളൊന്നും അതിനുള്ളിൽ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ അതിൻ്റെ പുറമേ ആണെങ്കിലും നമുക്ക് നോക്കുമ്പം കാണത്തക്ക രീതിയിലാണെങ്കിലും, അല്ലെങ്കിൽ നോക്കുമ്പം കാണാത്ത രീതിയിൽ ചിലപ്പോൾ ഉള്ളിൽ ഹോളുകളൊക്കെ ഉണ്ടാകും. അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെങ്കിൽ എന്താണ്, അവിടെയൊക്കെ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അത് നമ്മുടെ കൺസ്ട്രക്ഷൻ വർക്കിലൊക്കെ ഡാമേജ് ഉണ്ടാക്കും അല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ അത് ലൂസ് ഗ്രിറ്റ് ആവരുത്. അതായത് ഒരുപാട് അങ്ങ് സ്മൂത്തായി പോകരുത് അതിൻ്റെ ടെക്സ്ചർ. നമുക്ക് മോർട്ടാർ ഒലിച്ചു പോകും അങ്ങനെ സ്മൂത്തായി പോയി കഴിഞ്ഞാൽ. അതായത് ആ ഒരു ബ്രിക്ക് നമ്മൾ നിർമ്മിക്കുമ്പോൾ എന്താണ്, അതിൻ്റെ ആ ഒരു മോൾഡിങ്ങിന് വേണ്ടി ഈ ക്ലേ ഒഴിച്ചു കൊടുക്കുകയാണ്. ആ ക്ലേ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് സ്മൂത്തായി കഴിഞ്ഞാൽ ആ മോർട്ടാർ ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നും ഒരുപാട് ലൂസ് ഗ്രിറ്റ് ഒന്നും ആവരുത്. അതുപോലെ തന്നെ എന്താണ്, ഈ അൺബേൺഡ് ലൈമൊന്നും ഉണ്ടാവരുത്. അതായത് ലൈം നല്ല ഫ്യൂസ് ചെയ്ത് ഇരിക്കണം അതിൽ. അതായത് ലൈം അതിൻ്റെ അകത്ത് കട്ട കെട്ടിയൊന്നും ആവരുത്. നല്ല ഫ്യൂസ് ചെയ്ത് നല്ല ഇതായിട്ട്
വേണം ആ സാൻഡ് പാർട്ടിക്കിൾസുമായിട്ട് ലൈം ഫ്യൂസ് ചെയ്തിരിക്കണം. അതാണ് അൺബേൺഡ് ലൈമൊന്നും പാടില്ല. അതാണ് ടെക്സ്ചർ എന്ന് പറയുമ്പോൾ. എന്താണ് ഫൈന്, ഡെൻസ്, അതുപോലെ തന്നെ യൂണിഫോം ടെക്സ്ചർ ആയിരിക്കണം. അതുപോലെ തന്നെ എന്താണ് ഫിഷേഴ്സും ക്യാവിറ്റീസും ലൂസ് ഗ്രിറ്റും ഒന്നും പാടില്ല. അതുപോലെ തന്നെ അൺബേൺഡ് ലൈം ഒന്നും കാണാൻ പാടില്ല. ഇതാണ് ടെക്സ്ചർ, അതായത് ഒരു ബ്രിക്കിൻ്റെ ഘടന ഇങ്ങനെയാണ്. അടുത്തത് സൗണ്ട്നെസ്. സൗണ്ട്നെസ് എന്ന് പറഞ്ഞാൽ വെൻ സ്ട്രക്ക് വിത്ത് ഹാമർ ഓർ വിത്ത് അനദർ ബ്രിക്ക് ഇറ്റ് ഷുഡ് പ്രൊഡ്യൂസ് മെറ്റാലിക് സൗണ്ട്. അതായത് സൗണ്ട്നെസ് എന്ന് പറയുന്ന ഒരു സൗണ്ട്നെസ് ടെസ്റ്റാണ്. അതായത് നമ്മളൊരു ഹാമർ, ഒരു ചുറ്റികയോ വെച്ച് ബ്രിക്കിൽ സ്ട്രക്ക് ചെയ്യുന്നു. അതായത് ബ്രിക്കിൽ ചുറ്റിക വെച്ച് ഇങ്ങനെ കൊട്ടി നോക്കുമ്പോൾ, അടിച്ചു നോക്കുമ്പോൾ, അല്ലെങ്കിൽ രണ്ട് ബ്രിക്കുകൾ തമ്മിൽ അടിക്കുമ്പോൾ എന്താണ് ഇറ്റ് പ്രൊഡ്യൂസ് മെറ്റാലിക് സൗണ്ട്. അതെന്ത് സൗണ്ട്? മെറ്റാലിക് സൗണ്ട് വേണം പ്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പോൾ എന്താണ് അത് നല്ലൊരു ബ്രിക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സൗണ്ട്നെസ് എന്ന് പറയുമ്പം വെൻ സ്ട്രക്ക് വിത്ത് ഹാമർ, ഒന്നുകിൽ ഹാമർ വെച്ച് സ്ട്രക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ബ്രിക്ക് എടുത്തിട്ട് വേറൊരു ബ്രിക്ക് വെച്ച് അതേ സ്ട്രക്ക് ചെയ്യുകയോ ചെയ്യുമ്പോൾ എന്താണ് മെറ്റാലിക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യണം. അടുത്തത് ഹാർഡ്നെസ്. ഹാർഡ്നെസ് എന്ന് പറയുന്നത് അതും ഒരു ടെസ്റ്റാണ്, ഹാർഡ്നെസ് ടെസ്റ്റ്. അപ്പോൾ സൗണ്ട്നെസ്, ഹാർഡ്നെസ് ടെസ്റ്റ്, സൗണ്ട്നെസ് ടെസ്റ്റ് ഒക്കെ ബ്രിക്കിൽ നടത്തുന്ന ടെസ്റ്റുകളുമാണ്. അപ്പം ഈ ടെസ്റ്റൊക്കെ നോക്കുമ്പോൾ അതെല്ലാം ഈ പറഞ്ഞതുപോലെ അത് ഓക്കെ ആയി പോവുകയാണെങ്കിലേ അത് നല്ലൊരു ഗുഡ് ബ്രിക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഹാർഡ്നെസ് എന്ന് പറയുന്നത് നമ്മൾ ഫിംഗർ സ്ക്രാച്ചിങ് ചെയ്യുന്നു, ഫിംഗർ വെച്ച് സ്ക്രാച്ച് ചെയ്യുന്നതിൽ വെറുതെ ഒന്ന് പോറിച്ച് കൊടുക്കുന്നു. അങ്ങനെ പോറിച്ച് കൊടുക്കുമ്പോൾ എന്താണ് ഷുഡ് നോട്ട് പ്രൊഡ്യൂസ് എനി ഇംപ്രഷൻ ഓൺ ദി ബ്രിക്ക്. അതായത് അങ്ങനെ നമ്മൾ ഇങ്ങനെ ഫിംഗർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പോറിച്ച് കൊടുക്കുമ്പോൾ ബ്രിക്കിൽ ഒരു ഇംപ്രഷനും വീഴാൻ പാടില്ല. അങ്ങനെ വീണെങ്കിൽ ആ ബ്രിക്ക് നല്ല ബ്രിക്ക് അല്ലെന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ ഒരു ഇംപ്രഷനും ഷുഡ് നോട്ട് പ്രൊഡ്യൂസ് എനി ഇംപ്രഷൻ ഓൺ ദി ബ്രിക്ക്, ഒരു ഇംപ്രഷനും ആ ബ്രിക്കിൽ വീഴാൻ പാടില്ല. അങ്ങനെ വീണിട്ടില്ലെങ്കിൽ അത് ഗുഡ് ബ്രിക്കാണെന്ന് നമുക്ക് പറയാം. പിന്നെ സ്ട്രെങ്ത് എന്ന് പറയുമ്പം ക്രഷിങ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്, അതായത് ഒരു ബ്രിക്കിൻ്റെ ക്രഷിങ് സ്ട്രെങ്ത് എപ്പോഴും 3.5 Nm² ആയിരിക്കും. അതിൽ ലെസ് ദാൻ ആണ്. അതായത് ഒരു ബ്രിക്കിൻ്റെ ക്രഷിങ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്, മിനിമം ക്രഷിങ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ് അതായത് ക്രഷിങ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് മിനിമം അല്ല, ക്രഷിങ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 3.5 Nm² ആണ്. ക്രഷിങ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ബ്രിക്കിൻ്റെ ക്രഷിങ് സ്ട്രെങ്ത് എത്രയാണ്? 3.5 Nm². ഇതിൻ്റെ ആ യൂണിറ്റ് ഉൾപ്പെടെ ഒന്ന് ഓർത്ത് വെക്കണം. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്രഷിങ് സ്ട്രെങ്ത് ഓഫ് എ ബ്രിക്ക് എന്ന് പറയുന്നത്, ക്രഷിങ് സ്ട്രെങ്ത് ഓഫ് എ ബ്രിക്ക് അതെന്താണ്? ഷുഡ് നോട്ട് ബി ലെസ് ദാൻ. അപ്പോൾ എന്താണ്? മിനിമം ക്രഷിങ് സ്ട്രെങ്ത് ആണ് അല്ലേ? മുമ്പേ പറഞ്ഞത് തെറ്റിപ്പോയാണ്. അതായത് മിനിമം ആണ്, അതായത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ. ആ 3.5 Nm² കുറയാൻ പാടില്ല. ഷുഡ് നോട്ട് ബി ലെസ് ദാൻ, അതിൽ കുറയരുത്. അപ്പം മിനിമം ക്രഷിങ് സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു ബ്രിക്കിൻ്റെ 3.5 Nm² ആണ്. ഇനിയും ഈ ക്രഷിങ് സ്ട്രെങ്ത് അല്ലെ ആ ഒരു ബ്രിക്കിൻ്റെ സ്ട്രെങ്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യാനെ കൊണ്ടൊരു ഫീൽഡ് ടെസ്റ്റ് ഉണ്ട്. അതെങ്ങനെയാണ് അതിൻ്റെ സ്ട്രെങ്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കൊണ്ട് അതൊരു ഹൈറ്റിൽ നിന്ന് 0.9 അല്ലെങ്കിൽ 1 മീറ്റർ ഹൈറ്റിൽ നിന്ന് 0.9 to 1 മീറ്ററാണ്. ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. അപ്പം 1 മീറ്റർ അല്ലെങ്കിൽ 0.9 to 1 മീറ്റർ വരെ, അതായത് മാക്സിമം 1 മീറ്റർ വരെ ഹൈറ്റിൽ നിന്ന് നമ്മൾ ഒരു ബ്രിക്കിനെ എടുത്ത് ഒരു ഹാർഡായിട്ടുള്ള ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ ഇടുകയാണ്, വെറുതെ ഡ്രോപ്പ് ചെയ്യുകയാണ്, വെറുതെ ഇടുന്നു. 1 മീറ്റർ ഹൈറ്റിൽ നിന്ന് ഒരു നോർമൽ തറയിലേക്ക്, അതായത് ഹാർഡായിട്ടുള്ള ഒരു പ്രതലത്തിലേക്ക് ഇടുന്നു. അങ്ങനെ ഇടുമ്പോൾ ബ്രിക്ക് ഷുഡ് നോട്ട് ബ്രേക്ക് ഇൻ ടു പീസസ്. അങ്ങനെ 1 മീറ്റർ ഉയരത്തിൽ നിന്ന് ഇങ്ങനെ ഇടുമ്പോൾ ഒരിക്കലും ബ്രിക്ക് എന്താണ് പീസസ് ആയിട്ട് മുറിഞ്ഞു പോകാൻ പാടില്ല. അങ്ങനെ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ബ്രിക്കിൻ്റെ സ്ട്രെങ്ത് വളരെ കുറവാണെന്നാണ് മനസ്സിലാകേണ്ടത്. അപ്പോൾ മിനിമം ക്രഷിങ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ, അതായത് 3.5 Nm² കുറയാൻ പാടില്ല. അപ്പോൾ മിനിമം ക്രഷിങ് സ്ട്രെങ്ത് ആണ് ഈ 3.5 Nm². ഇനി സ്ട്രെങ്തിന് വേണ്ടിയുള്ള ഫീൽഡ് ടെസ്റ്റ് ആണ് 0.9 to 1 മീറ്റർ ഹൈറ്റിൽ നിന്ന് നമ്മൾ എന്താണ് ഒരു ബ്രിക്കിനെ എടുത്ത് ഹാർഡായിട്ടുള്ള ഗ്രൗണ്ടിലേക്ക് ഇടുന്നു. അങ്ങനെ ഇടുമ്പോൾ എന്താണ് ബ്രിക്ക് ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ അത് മുറിഞ്ഞ് 2 പീസാകാൻ പാടില്ല. അതാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇനി വാട്ടർ അബ്സോർപ്ഷൻ.
വാട്ടർ അബ്സോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രിക്കിനെ എടുത്ത് എന്ത് ചെയ്യുന്നു, ബ്രിക്ക് നിർമ്മിച്ചതിന് ശേഷം ബ്രിക്കിനെ എടുത്ത് 24 മണിക്കൂർ നേരത്തേക്ക് വെള്ളത്തിലേക്ക് ഇമ്മേഴ്സ് ചെയ്ത് വെക്കുന്നു, അതായത് വെള്ളത്തിൽ മുക്കി വെക്കുന്നു, വാട്ടറിൽ മുക്കി വെക്കുന്നു. എത്ര മണിക്കൂറാണ്? 24 മണിക്കൂർ വാട്ടറിൽ മുക്കി വെക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വാട്ടർ അബ്സോർഷൻ ഷുഡ് നോട്ട് ബി മോർ ദാൻ 20% ബൈ വെയിറ്റ്. അപ്പോൾ ഈ പെർസെൻറ്റേജ് ഒക്കെ നേരത്തെ ഒരുപാട് പ്രാവശ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ടും കാണുന്നുണ്ട്. അപ്പം വാട്ടർ അബ്സോർഷൻ എന്ന് പറയുന്നത് എത്രയാണ്? മോർ ദാൻ 20%. അതിൻ്റെ വെയ്റ്റിൻ്റെ 20% കൂടാൻ പാടില്ല. അതായത് നമ്മൾ ഈ കട്ടയെടുത്ത് 24 മണിക്കൂർ നേരത്തേക്ക് വെള്ളത്തിൽ മുക്കി വെക്കുന്നു. മുക്കി വെച്ചതിന് ശേഷം ആ കട്ടയുടെ വെയിറ്റ് എടുത്ത് നോക്കുമ്പം നേരത്തെ ഉണ്ടായിരുന്ന വെയിറ്റിനേക്കാളും 20% വരെ കൂടിയിട്ടുണ്ടായിരിക്കും. അതിലും കൂടുതലാകാൻ പാടില്ല. അങ്ങനെ കൂടുതലായി കഴിയുമ്പം വാട്ടർ ഒരുപാട് അബ്സോർബ് ചെയ്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം എത്രയാണ്? ഷുഡ് നോട്ട് ബി മോർ ദാൻ 20% കൂടുതൽ അതിൻ്റെ വെയിറ്റ് കൂടാൻ പാടില്ല. അപ്പം വാട്ടർ അബ്സോർഷൻ എത്രയാണ്? 20% ബൈ വെയിറ്റ് ആണ് വാട്ടർ അബ്സോർഷൻ വരുന്നത്. ഇനി ഈ 20% എന്നുള്ളത് പല ക്ലാസ് ബ്രിക്ക് ഉണ്ട് അല്ലേ? അപ്പം ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ക്ലാസ് 1 ബ്രിക്കിനെന്ന് പറയുന്നത് 15% ആണ് ഇതിൻ്റെ വാട്ടർ അബ്സോർഷൻ്റെ ലിമിറ്റ്. അപ്പം വാട്ടർ അബ്സോർഷന് നമ്മൾ നടത്തുന്ന ആ ടെസ്റ്റാണ് എന്താണ്, 24 മണിക്കൂർ നേരം ഈ ബ്രിക്ക് എടുത്ത് വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് അതിന് ശേഷം എടുത്ത് വെയിറ്റ് നോക്കുമ്പം നേരത്തെ ഉണ്ടായിരുന്ന വെയിറ്റിനേക്കാളും 20% കൂടുതൽ അതിൻ്റെ വെയിറ്റ് കൂടാൻ പാടില്ല. അപ്പം 20% ബൈ വെയിറ്റ് ആണ്, അതിൽ കൂടരുത് വാട്ടർ അബ്സോർഷൻ. ഫോർ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക്, ക്ലാസ് 1 ബ്രിക്കിന് എത്രയാണ്? ഇതിൻ്റെ പെർസെൻറ്റേജ് 15% ആയിട്ട് ലിമിറ്റഡ് ആണ്. ഇനി എഫ്ലോറസെൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് നോട്ട് ഷോ വൈറ്റ് പാച്ചസ് വെൻ സോക്ഡ് ഇൻ വാട്ടർ ഫോർ 24 hours ആൻഡ് ദെൻ അലൗഡ് ടു ഡ്രൈ ഇൻ ഷെയ്ഡ്. അതായത് നമ്മൾ ഈ വാട്ടർ അബ്സോർഷന് നമ്മൾ നടത്തിയ ടെസ്റ്റ് പോലെ തന്നെ ബ്രിക്ക് എടുത്തിട്ട് 24 മണിക്കൂർ ഫ്ലോറസെൻസ് ടെസ്റ്റ് ചെയ്യാനെ കൊണ്ട് 24 മണിക്കൂർ ബ്രിക്ക് എടുത്തിട്ട് വെള്ളത്തിൽ മുക്കി വെക്കുന്നു. മുക്കി വെച്ചതിന് ശേഷം അതെടുത്ത് ഡ്രൈ ആകാൻ അനുവദിക്കണം. ഡ്രൈ ആയി കഴിയുമ്പോൾ അതിനകത്ത് വൈറ്റ് പാച്ചസ് ഒന്നും കാണാൻ പാടില്ല. ഷുഡ് നോട്ട് ഷോ വൈറ്റ് പാച്ചസ് ഒന്നും വരാൻ പാടില്ല. അതാണ് എഫ്ലോറസെൻസ് എന്ന് പറയുന്നത്. വൈറ്റ് പാച്ചസ് ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഡ്യൂ ടു സൾഫേറ്റ് ഓഫ് കാൽസ്യം, മഗ്നീഷ്യം ആൻഡ് പൊട്ടാസ്യം. അപ്പോൾ എന്താണ്? ഡ്യൂ ടു സൾഫേറ്റ് ഓഫ് കാൽസ്യം, മഗ്നീഷ്യം ആൻഡ് പൊട്ടാസ്യം. വൈറ്റ് പാച്ചസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ വൈറ്റ് പാച്ചസിന് കാരണമായിട്ടുള്ളത് എന്തൊക്കെയാണ്? സൾഫേറ്റ് ഓഫ് കാൽസ്യം, മഗ്നീഷ്യം ആൻഡ് പൊട്ടാസ്യം, ഇതിൻ്റെ പ്രസൻസ് ആണ് ഈ വൈറ്റ് പാച്ചസിന് കാരണം. അപ്പോൾ അങ്ങനെ വൈറ്റ് പാച്ചസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതാണ് എഫ്ലോറസെൻസ് എന്ന് പറയുന്നത്. ദേ കീപ് ദ മേഷനറി പെർമനൻ്റ്ലി ഇൻ ഡാംപ് ആൻഡ് വെറ്റ് കണ്ടീഷൻ. അതായത് ഇങ്ങനെ നമ്മൾ വൈറ്റ് പാച്ചസ് ഒക്കെ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഈ മഗ്നീഷ്യം, കാൽസ്യം, പൊട്ടാസ്യം ഒക്കെ അതിൻ്റെ പ്രസൻസ് കൊണ്ട് ഇങ്ങനെ വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം ഡ്രൈ ചെയ്ത് എടുത്ത് നോക്കുമ്പോൾ വൈറ്റ് പാച്ചസ് ഉണ്ടെങ്കിൽ എന്താണ്, ഈ മേഷനറിയെ, അതായത് നമ്മൾ ഈ ബ്രിക്ക് ഉപയോഗിച്ച് എന്ത് വർക്കാണോ ചെയ്യുന്നത് ആ മേഷനറി വർക്കിനെ എന്താണ്, പെർമനൻ്റ് ആയിട്ട് ഡാംപ് ആൻഡ് വെറ്റ് കണ്ടീഷനിൽ അത് നിലനിർത്തുന്നു. അതാണ് എഫ്ലോറസെൻസ് എന്ന് പറയുന്നത്. അടുത്തത് തെർമൽ കണ്ടക്ടിവിറ്റി. ഇറ്റ് ഷുഡ് ഹാവ് ലോ തെർമൽ കണ്ടക്ടിവിറ്റി. അതായത് ബ്രിക്കിന് ലോ തെർമൽ കണ്ടക്ടിവിറ്റി ആയിരിക്കണം. തെർമൽ കണ്ടക്ടിവിറ്റി വളരെ കുറവായിരിക്കണം. ഇതൊക്കെ എക്സാമിന് നേരത്തെയും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നോട്ട് ചെയ്ത് പഠിക്കുക. ബ്രിക്സിന് എന്താണ് ലോ തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. അപ്പോൾ ഹൈ, മീഡിയം അങ്ങനെയൊക്കെ വ്യത്യാസം ഓപ്ഷനിൽ തന്ന് ചോദിക്കും. അപ്പം ബ്രിക്കിന് ലോ തെർമൽ കണ്ടക്ടിവിറ്റിയാണ്. ഇനി എന്താണ് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്? മെറ്റീരിയൽസ് കണ്ടക്ട്സ് ലെസ് ഹീറ്റ് ഓഫ് എനർജി. അതായത് വളരെ കുറച്ച് ഹീറ്റിനെയാണ് അത് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ, അതായത് വളരെ കുറച്ച് ചൂടിനെ അത് കണ്ടക്ട് ചെയ്യുന്നുള്ളൂ, അത് കടത്തിവിടുന്നുള്ളൂ എങ്കിൽ അത്തരം മെറ്റീരിയൽ എന്താണ്, ലോ തെർമൽ കണ്ടക്ടിവിറ്റി ആണെന്ന് പറയാം. അപ്പം ബ്രിക്കിന് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ആണെങ്കിൽ എന്താണ് പ്രശ്നം?
അങ്ങനെയുള്ള ബ്രിക്ക് ഉപയോഗിച്ച് നമ്മൾ എന്താണ് ബിൽഡിങ്സൊക്കെ പണിത് കഴിയുമ്പോൾ എന്താണ് വളരെയധികം ചൂടിനെ അത് കടത്തിവിടും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കെട്ടിടങ്ങളിലൊക്കെ നമുക്ക് താമസിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തെർമൽ കണ്ടക്ടിവിറ്റി ലോയാണ് ബ്രിക്സിന്, അത് അങ്ങനെ ആയിരിക്കണം. അതുപോലെ സോ ദാറ്റ് ബിൽഡിങ്സ് ബിൽഡ് വിത്ത് ദം ആർ കൂൾ ഇൻ സമ്മർ ആൻഡ് വാം ഇൻ വിൻ്റർ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമ്മറിൽ ഇങ്ങനെ ബ്രിക്കിൻ്റെ ലോ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന ഒരു പ്രോപ്പർട്ടി കൊണ്ട് എന്താണ് ഈ സമ്മർ സീസണിൽ വളരെ കൂളായിട്ട് നിലനിർത്തുന്നു. ഇത്തരം ബ്രിക്ക് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ബിൽഡിങ്ങിനെ എന്താണ് വളരെ കൂളായിട്ട് സമ്മർ സീസണിൽ നിലനിർത്തുന്നു. അതുപോലെ തന്നെ വിൻ്റർ സീസണിൽ അത് വാമായിട്ട് നിലനിർത്തുന്നു. അപ്പോൾ ഈ ഒരു കണ്ടീഷൻസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ലോ തെർമൽ കണ്ടക്ടിവിറ്റി കൊണ്ട് കഴിയുന്നുണ്ട്. അതാണ് തെർമൽ കണ്ടക്ടിവിറ്റി. അടുത്തത് സൗണ്ട് ഇൻസുലേഷൻ. സൗണ്ട് ഇൻസുലേഷൻ എന്ന് പറയുന്നത് ഹെവിയർ ബ്രിക്സ് ആർ പുവർ ഇൻസുലേറ്റേഴ്സ്. ഹെവി ബ്രിക്ക് ആണെങ്കിൽ എന്താണ് അത് പുവർ ഇൻസുലേറ്റേഴ്സ് ഓഫ് സൗണ്ടാണ്. പക്ഷേങ്കിൽ ലൈറ്റ് വെയ്റ്റ് ബ്രിക്ക് ആണെങ്കിൽ, അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് എന്ന് പറയുമ്പോൾ വെയിറ്റ് കുറഞ്ഞ ബ്രിക്കുകൾ അല്ലെങ്കിൽ ഹോളോ ബ്രിക്കൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അതായത് അകത്ത് ഒരു ഹോള് പോലെയുള്ള, അതായത് ഫുള്ളി അത് ഡെൻസായിട്ടുള്ളതല്ല, ഹോള് പോലെയുണ്ട്. അത്തരം ബ്രിക്കിനൊക്കെ എന്താണ് പ്രൊവൈഡ് ഗുഡ് സൗണ്ട് ഇൻസുലേഷൻ, നല്ല സൗണ്ട് ഇൻസുലേഷൻ ഉണ്ട്. അപ്പോൾ അത് തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഹെവിയർ ബ്രിക്കാണ് പുവർ ഇൻസുലേറ്റേഴ്സ് ഓഫ് സൗണ്ട്. അതുപോലെ ഹോളോ ബ്രിക്കും അതുപോലെ ലൈറ്റ് വെയ്റ്റ് ബ്രിക്കും ഒക്കെ എന്താണ് ഗുഡ് സൗണ്ട് ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി ഫയർ റെസിസ്റ്റൻസ്, ഇതെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്കാണ്, ബ്രിക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കാണ്. ഫയർ റെസിസ്റ്റൻസ് നോർമലി ബ്രിക്കിനൊക്കെ യൂഷ്വലി ഗുഡ് ഫയർ റെസിസ്റ്റൻസ് ആണ്. അങ്ങനെ തന്നെ ആയിരിക്കണം. കാരണം ഫയർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ടെങ്കിലേ നമുക്ക് ബിൽഡിങ്സൊക്കെ ഈ ബ്രിക്കൊക്കെ വെച്ച് നിർമ്മിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം യൂഷ്വലി എല്ലാ ഫയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ബ്രിക്കിന് യൂഷ്വലി ഗുഡാണ്. പിന്നെ ഇൻ ഫാക്ട് ബ്രിക്സ് ആർ യൂസ്ഡ് ടു എൻഗേജ് സ്റ്റീൽ കോളംസ് ടു പ്രൊട്ടക്ട് ദം ഫ്രം ഫയർ. ഇനി അഡീഷണലായിട്ട് ചില കേസിലൊക്കെ എന്താണ് സ്റ്റീൽ കോളംസ് ഈ ഫയറിൽ നിന്ന് ബ്രിക്കിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനെ കൊണ്ട് അതിന് കൊടുക്കുന്നുണ്ട്. അത് അഡീഷണലായിട്ട് കൊടുക്കുന്നതാണ് ചില കേസസിൽ. അപ്പോൾ ഫയർ റെസിസ്റ്റൻസ് യൂഷ്വലി ഗുഡാണ് ബ്രിക്കിന്. പിന്നെ ഇൻ കേസ് ചില കേസസിലാണ് എന്ത് കൊടുക്കുന്നു ഈ ഫയർ റെസിസ്റ്റൻസ് പ്രൊട്ടക്ഷനായിട്ട് എന്ത് കൊടുക്കുന്നു ബ്രിക്കിന്? സ്റ്റീൽ കോളംസ് ആണ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇത്രയുമാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പം ഈ ക്യാരക്ടറിസ്റ്റിക് ഒക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു ഓൾ.